ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യം മൗലിക അവകാശമായി പരാമർശിച്ചിട്ടില്ലെങ്കിലും 19-ാം വകുപ്പ് ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ മാധ്യമ സ്വാതന്ത്ര്യവും ഉൾപ്പെടും. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ തകർച്ച ജനാധിപത്യ സംവിധാനത്തെ തകർച്ചയ്ക്കിടയാക്കും. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമൂഹത്തെ ജാഗരൂകരാക്കി നിർത്തുന്നതിനും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നിസ്തുല പങ്കുണ്ട്. നിഷ്പക്ഷവും സ്വതന്ത്രവുമായ മാധ്യമ പ്രവർത്തനം വാർത്തയുടെ എല്ലാ വശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയും പുരോഗമനപരമായ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. എന്നാൽ രാഷ്ട്രീയ ഇടപെടലുകളും ഭീഷണികളും വേട്ടയാടലുകളും സെൻസർഷിപ്പുകളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും മാധ്യമപ്രവർത്തകർക്കെതിരായ അക്രമ സംഭവങ്ങളും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വിഘാതമാകുന്നുണ്ട്. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ കണക്കുകൾ പ്രകാരം 2003-നും 2022-നും ഇടയിൽ ലോകത്താകെ 1668 മാധ്യമ പ്രവർത്തകരാണ് തൊഴിലിനിടെ കൊല്ലപ്പെട്ടത്. 2024-ലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടത്, 179 പേർ. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 28 മാധ്യമ പ്രവർത്തകർ തൊഴിലിനിടെ കൊല്ലപ്പെട്ടു. അഴിമതി, കുറ്റകൃത്യങ്ങൾ, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടവരിലേറെയും. മുഖ്യധാരാ മാധ്യമങ്ങളെ ഓരോന്നായി കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വാങ്ങുന്നതും നിക്ഷിപ്ത താൽപര്യങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുന്നതും സമീപകാലത്ത് നാം കണ്ടു. ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 159-ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നത് നമ്മെ അലോസരപ്പെടുത്തുന്ന കാര്യം. ജനാധിപത്യത്തിന്റെ 4-ാം തൂണിന് ക്ഷതമേൽക്കുമ്പോൾ, ഭരണകൂട വിധേയത്വത്തിലേക്ക് മാധ്യമങ്ങൾ നീങ്ങുമ്പോൾ സത്യമറിയുന്നതിനുള്ള ജനതയുടെ അവകാശമാണ് ഹനിക്കപ്പെടുന്നതെന്ന് നാം മറക്കരുത്. റിസർച്ച് ഡെസ്ക് 24.